ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ടെംപ്ലേറ്റ്സിന്റെ ആരോ ക്ലിക്ക് ചെയ്യുക. ശേഷം ACAD ISO DWT സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു 2D വർക്ക് സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് 3D ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് 3D ആക്കാനായിട്ട് ഈ സ്റ്റാറ്റസ് ബാറിലെ വർക്ക് സ്പേസ് സ്വിച്ചിങ്ങില് ഈ സ്റ്റാറ്റസ് ബാറിൽ കാണുന്ന വർക്ക് സ്പേസ് സ്വിച്ചിങ്ങിൽ ചെന്ന് 3D മോഡലിംഗ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ ഗ്രിഡ് ഒഴിവാക്കാം. പിന്നെ ഓർത്തോ ഓൺ ചെയ്യാം. ഈ അൺസേവ്ഡ് വ്യൂ അതിൽ നിന്ന് SC ഐസോമെട്രിക് സെലക്ട് ചെയ്യുക. ഈ UCS ഐക്കൺ ഈ കോർണറിലേക്ക് ആക്കാനായിട്ട് UCS ഐക്കൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക. ഇനി ഈ ഒരു ഒബ്ജക്റ്റ് ആണ് നാം 3D ആക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 3D ആക്കുമ്പോൾ ഇത് റൈറ്റ് UCSലാണ് ആദ്യം ചെയ്യുന്നത്. റൈറ്റ് UCS. ഇപ്പോൾ ഇവിടെ വേൾഡ് UCS ആണ് കിടക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുക. നെയിംഡ് UCSൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സെലക്ട് ചെയ്യുക. ഇനി നാം വരക്കുന്നത് ഇതാണ്. 20 യൂണിറ്റ് ലൈൻ വരക്കുക. 100, 50 ഇങ്ങനെ 3 ലൈൻ ആദ്യം വരക്കുക. ലൈൻ കമാൻഡ് എടുക്കുക. 20 എൻ്റർ. 100 എൻ്റർ. 50 എൻ്റർ. ഇനി ലൈൻ തന്നെ വരക്കാം. അത് കഴിഞ്ഞിട്ട് സർക്കിൾ വരച്ചാൽ മതി. ഇവിടെ നിന്ന് 10, 20, 10, 20, 10, 70 യൂണിറ്റിലേക്കുള്ള ഒരു ലൈൻ വരക്കാം ഈ ഭാഗം വരെ. അപ്പൊ 70 എൻ്റർ. ഇനി ഈ ലൈനും ഈ ലൈനുമായിട്ട് യോജിപ്പിക്കാം. എൻ്റർ ചെയ്യാം. ഇനി ഇവിടെ നിന്ന് 20 യൂണിറ്റ് ഇങ്ങോട്ട് മാറി ഒരു 10 യൂണിറ്റിലേക്കുള്ള 10 യൂണിറ്റ് റേഡിയസിലുള്ള ഒരു സർക്കിൾ വരക്കണം ആദ്യം. അപ്പോൾ ആദ്യം അത് വരക്കാം. പിന്നീട് ഇവിടെ നിന്ന് 20 യൂണിറ്റ് മാറി 10 റേഡിയസിലുള്ള സർക്കിൾ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ട്രാക്ക് ചെയ്ത് നമുക്ക് ആ പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പൊ സർക്കിൾ എടുക്കുക. സെന്റർ റേഡിയസ് സർക്കിൾ എടുക്കുക. ശേഷം ഈ പോയിന്റിൽ പോയിന്റ് ചെയ്യുക. ട്രാക്ക് ചെയ്യാൻ പോയിന്റ് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്യരുത്. ട്രാക്ക് ചെയ്യുക. എന്നിട്ട് 20 എൻ്റർ. 20 യൂണിറ്റിലേക്ക് മാറി ട്രാക്ക് ചെയ്തു. ഇനി റേഡിയസ് 10 സർക്കിൾ. അപ്പൊ 10 എൻ്റർ. പിന്നെ ഇവിടെ നിന്നും 20 മാറി 10 റേഡിയസിലുള്ള സർക്കിൾ. അപ്പൊ അവിടെ ട്രാക്ക് ചെയ്യാം. സർക്കിൾ എടുക്കുക. സെന്റർ റേഡിയസ് സർക്കിൾ എടുക്കുക. ഇവിടെ നിന്ന് ട്രാക്ക് ചെയ്യുക. 20, 20 ട്രാക്ക് ചെയ്യുക. പിന്നെ സർക്കിൾ 10 റേഡിയസ് 10 എൻ്റർ. ഇനി നമുക്ക് ട്രിം ചെയ്യണം. ഈ ഭാഗം ട്രിം ചെയ്ത് കാണണം. ഇങ്ങനെ ഭാഗം കിട്ടണമെങ്കിൽ ഈ ഭാഗം ട്രിം ചെയ്ത് കാണാം. ട്രിം കമാൻഡ് എടുക്കുക. ട്രിമിന്റെ ഷോർട്ട്കട്ട് TR ആണ്. TR എൻ്റർ എൻ്റർ. ഇനി ഈ ഭാഗം നമുക്ക് ട്രിം ചെയ്യാം. ഇതും ട്രിം ചെയ്യാം. എസ്കേപ്പ് ചെയ്യുക.
ഇനി ഇത് നമുക്ക് പ്രസ് പുൾ ചെയ്യണം. അത് 40 യൂണിറ്റിലേക്കാണ് പ്രസ് പുൾ ചെയ്യേണ്ടത്. അപ്പൊ പ്രസ് പുൾ കമാൻഡ് എടുക്കാം, അകത്ത് ക്ലിക്ക് ചെയ്യാം, 40 എന്റർ. ഇതിപ്പോ നമ്മൾ 2D വയർ ഫ്രെയിമിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഇനി ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലേക്ക് ആക്കാം. ഇനി നമുക്ക് ഈ ഒരു സർക്കിൾ കൂടി ഉണ്ടാക്കി ഇങ്ങനെ ഒരു സോളിഡ് കൂടി നമുക്ക് ഉണ്ടാക്കണം. അപ്പൊ ഈ സർക്കിൾ ഉണ്ടാക്കാൻ ആദ്യം ഒരു 10 റേഡിയസിലുള്ള സർക്കിളും പിന്നെ ഒരു 20 റേഡിയസിലുള്ള സർക്കിളും നമുക്ക് വരക്കാം, വേറെ വരക്കാം. അപ്പൊ സർക്കിൾ കമാൻഡ് എടുക്കുക, സെന്റർ റേഡിയസ് എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ആദ്യം റേഡിയസ് 10 സെന്റർ, പിന്നെയും സർക്കിൾ എടുക്കുക, സെന്റർ എടുക്കുക, ഇനി റേഡിയസ് 20 എന്റർ. ഇനി നമുക്കൊരു ഈ സെന്ററിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കാം, ട്രാക്ക് ചെയ്ത്. ഇനി നമുക്ക് ട്രിം ചെയ്യണം. ഈ ഭാഗം മാത്രം നമുക്ക് കിട്ടിയാൽ മതിയാവും. അപ്പൊ ട്രിം ചെയ്യണം. അപ്പൊ ട്രിം കമാൻഡ് എടുക്കുക, TR എന്റർ എന്റർ. ഇത് ട്രിം ചെയ്യാം, ഇതും ട്രിം ചെയ്യാം, ഇതും ട്രിം ചെയ്യാം, എസ്കേപ്പ് ചെയ്യുക. ഇത് നമുക്കിനി പ്രസ് പുൾ ചെയ്യണം. ഇത് പ്രസ് പുൾ ചെയ്യുന്ന 20 യൂണിറ്റിലേക്കാണ്, 20. അപ്പൊ പ്രസ് പുൾ കമാൻഡ് എടുക്കുക, 20 യൂണിറ്റിലേക്ക് പ്രസ് പുൾ ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇനി ഇത് മൂവ് ചെയ്ത് ഇവിടെ ആദ്യം മൂവ് ചെയ്ത് ഈ എൻ പോയിന്റിൽ നിന്ന് ഈ എൻ പോയിന്റിലേക്ക്, പിന്നെ അത് പിന്നീട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് 10 യൂണിറ്റ് ഡ്രാഗ് ചെയ്ത് വെക്കാം. ഓക്കെ, ഫസ്റ്റ് മൂവ്മെന്റ്. മൂവിന്റെ ഷോർട്ട് M ആണ്. M എന്റർ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഈ എൻ പോയിന്റ് ആദ്യം സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് പോയിന്റ് ഈ എൻ പോയിന്റ് സെലക്ട് ചെയ്യുക. ഇനി 10 യൂണിറ്റ് കൂടി അങ്ങോട്ട് മൂവ് ചെയ്യണം. അപ്പം മൂവ് കമാൻഡ് ഇനി എടുക്കുക, എന്റർ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഇവിടെ എടുത്താൽ മതി, ഡ്രാഗ് ചെയ്യുക, 10 എന്റർ. അപ്പൊ അത് കൃത്യമായി മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നോക്കാം, ഈ ഭാഗമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇവിടെ റേഡിയസ് 10 ഒരു സർക്കിള് ഒരു ഹോള് നമുക്ക് ഉണ്ടാക്കണം, ഈ ഭാഗം വരെയുള്ള ഹോള്. അപ്പൊ അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഫ്രണ്ട് യൂസേജിലേക്ക് പോകണം. ഇപ്പോൾ നമ്മൾ റൈറ്റ് യൂസേജിലാണ് ഇത് മുഴുവൻ ചെയ്തത്. അപ്പൊ അൺനെയിംബിളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഫ്രണ്ട് യൂസേഴ്സ് ആക്കുക, ഫ്രണ്ട് സെലക്ട് ചെയ്യുക. ഇനി ഇങ്ങോട്ട് മാറി നമുക്ക് വേറെ ഒബ്ജക്റ്റ് വേറെ ഉണ്ടാക്കി അത് ശരിയാക്കാം. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി വേറെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി അത് ഇതിനകത്ത് കൊണ്ട് ഈ ഒബ്ജക്റ്റിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് അത് ഈ ഒബ്ജക്റ്റിൽ നിന്ന് ആ പ്ലേസ് ചെയ്ത ഒബ്ജക്റ്റ് സബ്സ്ട്രാക്ട് ചെയ്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഈ ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. 10 റേഡിയസിലുള്ള സർക്കിൾ വരക്കാം, പിന്നെ ആ ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. അപ്പൊ സർക്കിൾ കമാൻഡ് എടുക്കുക, സെന്റർ റേഡിയസ് എടുക്കുക, ക്ലിക്ക് ചെയ്യുക, 10 എന്റർ. ഇനി നമുക്കൊരു 50 യൂണിറ്റിലേക്കുള്ള ഒരു ലൈൻ വരച്ചത് ശരിയാക്കാം. ലൈൻ കമാൻഡ് എടുക്കുക, ഏകദേശം 50 ഇന്നതൊന്നുമില്ല, എന്നാലും കുറച്ച് 50എങ്കിലും വേണം മുകളിലേക്ക്. സെലക്ട് ചെയ്യുക, കോട്ടണിൽ നിന്ന് ചെയ്യുക, 50
എൻ്റർ. ഇനി ഈ ക്വാഡ്രന്റിൽ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഈ ക്വാഡ്രന്റിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് ട്രാക്ക് ചെയ്യാൻ കഴിയും. ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിനിവിടെ ഇങ്ങനെ ട്രാക്ക് ചെയ്തു. അത് ആ ക്വാഡ്രന്റിലേക്ക് കൊണ്ട് നമുക്ക് ഒട്ടിക്കാം, എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് ഈ അകത്തുള്ള ഭാഗം പ്രിന്റ് ചെയ്ത് കളയണം ഈ സർക്കിളിന്റെ. അപ്പൊ എൻ്റർ എൻ്റർ പ്രിന്റ് ചെയ്ത് കളഞ്ഞു. ഇനി നോക്കാം, ഇത് നമുക്ക് പ്രസ് പുൾ ചെയ്യണം. പ്രസ് പുൾ ചെയ്യുന്നത് 30 യൂണിറ്റിലേക്കാണ് പ്രസ് പുൾ ചെയ്യുന്നത്. അതെന്താണെന്ന് അറിയാമോ? അതായത് 100 യൂണിറ്റാണ് ഇതുള്ളത്, ഇത് 70 യൂണിറ്റാണ്. 100 യൂണിറ്റ് 70 യൂണിറ്റ്, ബാക്കി ഈ ഭാഗം 30 യൂണിറ്റാണ് ഇവിടെ നിന്ന് ഇവിടെ വരെ. അത്രയുള്ളൊരു ഒബ്ജക്റ്റാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നാലും നമുക്കത് സബ്സ്ട്രാക്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ ഈ ഒബ്ജക്റ്റിൽ നിന്ന്. അപ്പൊ നമുക്ക് ഇത് പ്രസ് പുൾ ചെയ്യാം 30 യൂണിറ്റിലേക്ക്. ഇനി നമുക്ക് ഇവിടെ അത് പ്ലേസ് ചെയ്യാം, മൂവ് ചെയ്യാം. അപ്പൊ ഇത് മൂവ് ചെയ്യാൻ മൗസ് കമാൻഡ് എടുക്കാം, എൻ്റർ. ഇത് സെലക്ട് ചെയ്യാം. ഈ കോട്ടൺ പോയിന്റ് സെലക്ട് ചെയ്യാം. ഈ പോയിന്റ് സെലക്ട് ചെയ്യാം ഫസ്റ്റ് പോയിന്റ് ആയിട്ട്, ബേസ് പോയിന്റ് ആയിട്ട്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഇവിടുത്തെ മിഡ് പോയിന്റ് സെലക്ട് ചെയ്യാം. ഇനി ഒരു മൂവ്മെന്റ് കൂടി ആവശ്യമാണ്. 10 യൂണിറ്റ് അകത്തേക്ക് മൂവ് ചെയ്യണം. അപ്പൊ എൻ്റർ മൂവ് ചെയ്യാം. മൂവ് കമാൻഡ് എടുക്കാം, സെലക്ട് ചെയ്യാം, എൻ്റർ ചെയ്യാം. ബേസ് പോയിന്റ് എടുക്കാം, ഡ്രാഗ് ചെയ്ത് 10 യൂണിറ്റ് 10 എൻ്റർ, എസ്കേപ്പ് ചെയ്യാം. ഇനി നാം ചെയ്യുന്നത് ഈ ഓബ്ജക്റ്റിൽ നിന്ന് ഈ ഒബ്ജക്റ്റ് സബ്സ്ട്രാക്ട് ചെയ്യണം. എന്നാലേ കിട്ടുള്ളൂ. ഏത് ഒബ്ജക്റ്റാണ് എന്നാണ് ഈ ഒബ്ജക്റ്റിൽ നിന്നാണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് സബ്സ്ട്രാക്ട് ചെയ്യേണ്ട ഒബ്ജക്റ്റ് ഇതാണ്. അപ്പൊ നമുക്ക് സബ്സ്ട്രാക്ട് കമാൻഡ് എടുക്കാം. ഈ യൂണിയൻ കമാൻഡ് താഴെ കാണുന്നതാണ് സബ്സ്ട്രാക്ട് കമാൻഡ്. അത് ക്ലിക്ക് ചെയ്യുക. ആദ്യം സബ്സ്ട്രാക്ട് ചെയ്യുന്നത് ഏതിൽ നിന്നാണോ ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അത് ഇതാണ്. എൻ്റർ ചെയ്യുക. ഇനി സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് ഏതാണോ അത് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ അവിടെ നമുക്കത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഒരു ഹോള് കിട്ടിക്കഴിഞ്ഞു. ഇതേ രീതിയിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് ഈ ഭാഗമാണ് ചെയ്യേണ്ടത്. അതും ഫ്രണ്ട് യൂസിയസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഭാഗം ഇവിടെ നിന്ന് 10 യൂണിറ്റ് താഴേക്ക് ആണ് 60 യൂണിറ്റിലുള്ള ഒരു ലൈൻ വരക്കണം ആദ്യം. അതാണ് വേണ്ടത്. അപ്പൊ ലൈൻ കമാൻഡ് എടുക്കുക. ഇതിന്റെ മിഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യാതെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ട്രാക്ക് ചെയ്ത് താഴേക്ക് വരിക. 10 എൻ്റർ. 10ലാണ് ട്രാക്ക് ചെയ്യേണ്ടത്. 10 യൂണിറ്റിലാണ് ട്രാക്ക് ചെയ്യേണ്ടത്. 10 എൻ്റർ. ഓക്കെ. ഇനി ഇങ്ങോട്ടും 30, ഇങ്ങോട്ടും 30, 60 യൂണിറ്റിലേക്കാണ്. അപ്പൊ ഇങ്ങോട്ടും 30. അപ്പൊ ഇങ്ങോട്ട് നമുക്ക് 30 യൂണിറ്റ് എടുത്താൽ മതി. എന്നിട്ട് നമുക്കത് എക്സ്റ്റെൻഡ്, അത് ലെങ്തൻ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 30 എൻ്റർ എൻ്റർ. ഇനി ഇത് ലെങ്തൻ ചെയ്യണം, ഇങ്ങോട്ട് ലെങ്തൻ ചെയ്യണം. അപ്പൊ ലെങ്തന്റെ ഷോർട്ട് കട്ട് LEN ആണ്. LEN എൻ്റർ. ടോട്ടൽ 60 ആണ്. അപ്പൊ ടോട്ടലിന്റെ ഷോർട്ട് കട്ട് T ആണ്. T എൻ്റർ. ഇനി എത്രയാണ് ലെങ്തൻ ചെയ്യേണ്ടതെന്നാണ് അത് നമുക്കറിയാം. 60 ആണ് ആകെ ലെങ്തൻ ചെയ്യേണ്ടത്. അപ്പൊ 60 എൻ്റർ. ഇനി നമുക്ക് ഇത് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ സെലക്ട് ചെയ്യരുത്. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും ലെങ്തൻ ചെയ്യണത്. അപ്പൊ ഈ എൻഡ് പോയിന്റിൽ സെലക്ട് ചെയ്യുക. അപ്പൊ അങ്ങോട്ട് സെലക്ട് ചെയ്യുക, അങ്ങോട്ട് ലെങ്തൻ ചെയ്യും. ഇപ്പൊ ലെങ്തൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ 60 യൂണിറ്റ് ആണത്. എസ്കേപ്പ് ചെയ്യുക.
ഇനി നമുക്ക് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി എടുക്കണം അങ്ങോട്ട്. അപ്പൊ ഇനി ഇങ്ങോട്ട് ലൈൻ എടുക്കുക, ഇവിടെയും ലൈൻ അടിച്ച് ലൈൻ കമാൻഡ് എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പറയുന്നുണ്ട് 45 ഡിഗ്രിയിലേക്കുള്ള ലൈൻ ആയിരിക്കണമെന്ന്. അത് നമ്മൾ നോക്കണ്ടല്ലോ, 45 ഡിഗ്രി ആയിരിക്കും. കാരണം 10 ആണ് രണ്ട് ഏരിയ ഈ ലൈനിന്റെ. അപ്പൊ ഇത് ശരിക്കും 45 ഡിഗ്രിയിലാണ് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ലൈൻ ഇവിടം വരെ ലൈൻ എടുക്കുക. പിന്നെ ഈ ലൈൻ ഇങ്ങോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് മുട്ടിക്കുക. അപ്പൊ ഇങ്ങനെ 4 ലൈൻസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നോക്കാം, ഈ 4 ഇത് നമുക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ഇങ്ങോട്ട് ടസ്പുള്ളി ചെയ്താൽ ശരിയാവില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇത് എക്സ്ട്രൂഡ് ചെയ്യണം ചെയ്യുന്നത്. ഇങ്ങോട്ട് എക്സ്ട്രൂഡ് 100 യൂണിറ്റ് ഇങ്ങോട്ട് എക്സ്ട്രൂഡ് ചെയ്യണം. എക്സ്ട്രൂഡ് ചെയ്യണമെങ്കിൽ ഒരു പോളി ലൈൻ ആയിരിക്കണം. ഇപ്പൊ നമ്മളുടെ 2D ലൈൻസ് ആണ്, പോളി ലൈൻ അല്ല, എല്ലാം വേറെ വേറെ ലൈനുകളാണ്. അപ്പൊ നമുക്ക് പോളി ലൈൻ ആക്കണമെങ്കിൽ ഇത് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എക്സ്ട്രൂഡ് ജോയിൻ ചെയ്യാനായിട്ട് എളുപ്പം ഈ ഷെയ്ഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന നമുക്ക് തൽക്കാലം 2D വയർ ഫ്രെയിമിലേക്ക് പോകാം. എന്നിട്ട് ജോയിൻ കമാൻഡ് എടുക്കുക. ജോയിൻ കമാൻഡ് ഷോർട്ട്കട്ട് J ആണ്. J എന്റർ. ഓരോന്നും സെലക്ട് ചെയ്യുക, ഓരോ ലൈൻ. ഈ ലൈൻ എൻ്റർ ചെയ്യാം. ഇപ്പൊ ഇതായി ഒബ്ജക്റ്റ് ആയി, ഒറ്റ പോളി ലൈൻ ആയി തീർന്നു. ഇനി നമുക്ക് 2D വയർ ഫ്രെയിമിൽ നിന്ന് ഷെയ്ഡ് വിത്ത് അഡ്ജസ്റ്റിലേക്ക് പോകാം. ഇനി നമുക്കിത് എക്സ്ട്രൂഡ് ചെയ്യണം. ഈ പ്രസ് കമാൻഡ് ഈ ഭാഗത്ത് കാണുന്നതാണ് എക്സ്ട്രൂഡ് കമാൻഡ്. ഇത് ക്ലിക്ക് ചെയ്യുക, ഈ പോളി ലൈൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇനി നമുക്കിത് 100 യൂണിറ്റിലേക്കാണ് ഇത് വേണ്ടത്, എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. അപ്പൊ 100 എൻ്റർ. ഇപ്പൊ 100 യൂണിറ്റിലേക്ക് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ശരിയായ രീതിയിൽ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒറ്റ ഒബ്ജക്റ്റ് ആക്കാം. ഇതെല്ലാം വേറെ വേറെ ഒബ്ജക്റ്റുകളാണ്. അപ്പൊ ഇതെല്ലാം ഒറ്റ ഒബ്ജക്റ്റ് ആക്കാനായിട്ട് നമുക്ക് ഈ യൂണിയൻ കമാൻഡ് എടുത്ത് ഫുൾ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പൊ ഒറ്റ ഒബ്ജക്റ്റ് ആയി, ഒറ്റ ഒബ്ജക്റ്റ് ആയി. ഇനി നമുക്ക് ഈ ഇതിന്റെ ലൈൻസ് മുഴുവൻ ഒഴിവാക്കാം. ഇതിനകത്തുള്ള 2D ലൈൻസ്, നമ്മൾ ആദ്യം വരച്ച 2D ലൈൻസ് ഒക്കെ ഒഴിവാക്കാം. അതിന് എറേസ് കമാൻഡ് എടുത്താണ് ഒഴിവാക്കണം. ഈ എറേസ് കമാൻഡ് ഷോർട്ട് കട്ട് ചെയ്യാണ് ഈ എൻ്റർ. ആദ്യം ഫുൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് സോളിഡ് ഒഴിവാക്കുക. സോളിഡ് ഒഴിവാക്കാനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സൃഷ്ടിച്ച ആ സോളിഡ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പൊ ആ ലൈൻസ് മുഴുവൻ പോയി കഴിഞ്ഞു. പിന്നെ ഈ ലൈനും ഈ ലൈൻസും 2D ലൈൻസും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പൊ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കളർ ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ബൈ ലെയർ തിരഞ്ഞെടുക്കുക. അതിൽ നിന്ന് സെലക്ട് കളർ എടുക്കുക. ഇത് നമുക്ക് ഏതെങ്കിലും കളർ എടുക്കാം, ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് എൻ്റർ ചെയ്യുക, എസ്കേപ്പ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു കളർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഒരു ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നാം സൃഷ്ടിച്ച ഒബ്ജക്റ്റ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.